നമ്മുടെ കാമുകിക്ക് അല്ലെങ്കിൽ ഗേൾഫ്രണ്ടിന് നമ്മളിലുള്ള ഒരു താല്പര്യം നഷ്ടപ്പെട്ടു തുടങ്ങി എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം? സ്ത്രീകൾ ഒരു റിലേഷൻഷിപ്പ് മടുത്തു കഴിയുമ്പോൾ എനിക്ക് ആ റിലേഷൻഷിപ്പ് മടുത്തു, എനിക്ക് ഇപ്പം നിന്നോട് പഴയ പോലെ ഒരു ആകർഷണമില്ല എന്ന് ഒരിക്കലും വാ തുറന്ന് പറയാറില്ല. സ്ത്രീകൾ അവരുടെ പെരുമാറ്റത്തിൽ ഒരു മാറ്റമൊക്കെ വരുത്തി, അവരുടെ ഇമോഷണൽ എനർജിയിലുമൊക്കെ മാറ്റം വരുത്തി ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറിനെ എങ്ങനെയെങ്കിലും അത് ധരിപ്പിക്കാനാണ് പല സ്ത്രീകളും ശ്രമിക്കാറ്. എന്നാൽ സ്ത്രീകൾ ഇത്തരത്തിൽ പെരുമാറ്റത്തിലൊക്കെ മാറ്റം വരുത്തിയാലും പല പുരുഷന്മാരും അത് മനസ്സിലാക്കാറില്ല, അവർക്ക് മനസ്സിലാവാറില്ല. അവസാനം ഇതൊരു വലിയ കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ഒക്കെ ആയി വലിയൊരു പൊട്ടിത്തെറിയൊക്കെ ആയതിനു ശേഷമായിരിക്കും സംഭവം എന്തായിരുന്നു എന്ന് നമ്മളിൽ പലരും മനസ്സിലാക്കുന്നത്. ചില ആളുകൾക്ക് അത് പിന്നെ വലിയ രീതിയിൽ ഒരു മാനസിക ആഘാതം തന്നെ ഏൽപ്പിക്കും. എന്നാൽ തുടക്കത്തിലെ ഈ താല്പര്യക്കുറവ് അവർക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് പിന്നെ ആ റിലേഷൻഷിപ്പ് നമുക്ക് ഹാൻഡിൽ ചെയ്ത് പോകാൻ സാധിക്കും. ഇത്തരത്തിൽ താല്പര്യം കുറയുമ്പോൾ അവർ പ്രകടിപ്പിക്കുന്ന ചില പെരുമാറ്റങ്ങളുണ്ട്. അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പറയാൻ പോകുന്ന പെരുമാറ്റങ്ങളിൽ ഒന്നോ രണ്ടോ എണ്ണം കണ്ടു എന്ന് കരുതി നിങ്ങളിലുള്ള താല്പര്യം ഇല്ലാതായി എന്ന് നിങ്ങൾ ഉറപ്പിക്കരുത്. നിങ്ങളുടെ ഗേൾഫ്രണ്ട് ചിലപ്പോൾ ലൈഫിൽ പല തരത്തിലുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കും. വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ് ഉണ്ടായിരിക്കും, പേഴ്സണൽ പ്രശ്നങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലും അവർ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ചിലപ്പോൾ കാണിച്ചെന്ന് വരും. നിങ്ങളുടെ അടുത്ത് മാത്രം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പാറ്റേൺ പോലെ ഈ പെരുമാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ച് ഉറപ്പുവരുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലത്തെ കണ്ടന്റുകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോയിലെ ആദ്യത്തെ സൈൻ എന്ന് പറയുന്നത്, അവരുമായിട്ട് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ അവരെ ആ കോൺവെർസേഷനിൽ പിടിച്ചിരുത്തുകയാണ് അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് സ്വയം തോന്നാറുണ്ടോ? അതുപോലെ അവരുമായിട്ട് ചാറ്റ് ചെയ്യുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത്, ഫോൺ വിളിക്കുന്നൊക്കെ സമയത്ത് അവരുടെ ഭാഗത്തു നിന്നും ചെറിയ ചെറിയ റിപ്ലൈസ് മാത്രമാണോ നിങ്ങൾക്ക് വരുന്നത്? അതായത് ഓക്കെ, ഇത്തരത്തിലുള്ള റിപ്ലൈസ് മാത്രമാണോ നിങ്ങൾക്ക് കിട്ടുന്നത്? ഇത്തരത്തിൽ കമ്മ്യൂണിക്കേഷനിലുണ്ടാകുന്ന ഒരു ഡ്രൈ സത്യത്തിൽ അട്രാക്ഷൻ നഷ്ടപ്പെടുന്നു എന്നതിൻ്റെ സൂചനകളാണ്. ഇനി രണ്ടാമത്തെ സൈന്, നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്നുണ്ട് എന്നൊരു ഫീല് നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ടോ? അതായത് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിലെ മുഴുവൻ എഫർട്ടും നിങ്ങൾ മാത്രമാണോ എടുക്കുന്നത്? എന്തെങ്കിലും പ്ലാൻ ചെയ്യാനായിക്കോട്ടെ, അതുപോലെ കോൺവെർസേഷൻ, നിങ്ങൾക്കിടയിലെ കമ്മ്യൂണിക്കേഷൻ ക്യാരി ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, അത്തരത്തിൽ നിങ്ങളുടെ താല്പര്യം മാത്രമാണ് ഈ റിലേഷൻഷിപ്പ്. അവർക്ക് അതിൽ യാതൊരു താല്പര്യവുമില്ല, അവരൊരു തരത്തിലുള്ള ഇനിഷ്യേറ്റീവും എടുക്കുന്നുമില്ല. ഇതിൻ്റെ അർത്ഥവും സത്യത്തിൽ നിങ്ങളുടെ ഗേൾഫ്രണ്ടിന് നിങ്ങളോട് ഒരു താല്പര്യവും ഇല്ല എന്നുള്ളത് തന്നെയാണ്. മൂന്നാമത്തെ സൈൻ എന്ന് പറയുന്നത്, അവർ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കിടയിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ അത് ഊതിപ്പെരുപ്പിച്ച് വലിയൊരു പ്രശ്നമാക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരാവശ്യമില്ലാത്ത വഴക്ക് നിങ്ങളുമായിട്ട് അവരുണ്ടാക്കാറുണ്ട്. ഇത്തരത്തിൽ ആവശ്യമില്ലാതെ എപ്പോഴും നിങ്ങളോട് വഴക്കുണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥവും നിങ്ങളോട് അവർക്കൊരു അട്രാക്ഷൻ കുറഞ്ഞു തുടങ്ങി എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ അവർ നിങ്ങളിൽ നിന്നും ഫിസിക്കലി ഇമോഷണലി ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളോട് ഒരുപാട് സംസാരിക്കാൻ അവർ ഇഷ്ടപ്പെട്ടിരുന്നു, പക്ഷേ ഇപ്പോൾ അത് അവർ അവോയ്ഡ് ചെയ്യുന്നു. അതുപോലെ അവർ നിങ്ങളുടെ അടുത്ത് ഇരിക്കാനോ നിൽക്കാനോ കാണാനോ കേൾക്കാനോ ഒന്നിനും ഒരു താല്പര്യം കാണിക്കുന്നില്ല, മറിച്ച് നിങ്ങളിൽ നിന്ന് എങ്ങനെയും ദൂരെ പോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെ അത്തരത്തിലുള്ള ഒരു പെരുമാറ്റമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അട്രാക്ഷൻ കുറഞ്ഞു തുടങ്ങി എന്ന് തന്നെയാണ് അതിൻ്റെ സൂചന. അപ്പോൾ ഒരു പെൺകുട്ടിക്ക് അട്രാക്ഷൻ നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലാതാകുമ്പോൾ അവൾ കാണിക്കാൻ ചാൻസ് ഉള്ള ചില പെരുമാറ്റങ്ങളെ പറ്റിയാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് അതിനനുസരിച്ച് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോയുടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.